നേരം വെളുത്തതേ പ്രകൃതി ഒന്ന് നോക്കുന്നതാണ് കേട്ടോ. രാവിലെ തന്നെ എന്റെ നല്ല പാതി ജോലിക്ക് പോകാനായിട്ടുള്ള ഓർപ്പാടിലാണേ. എറണാകുളത്തിനാണ് കേട്ടോ ജോലിക്ക് പോകുന്നത്. പിന്നെ എന്താ, ഇന്ന് നേരം വെളുത്തതേ അടുക്കളയിലേക്ക് ഒരു എത്തിനോട്ടം. അതാണല്ലോ നമ്മുടെ ഒരു ജോലി സ്ഥലം. അപ്പോഴാണ് ഇന്നെന്താ കറി വെക്കുന്നതെന്ന് മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു കേട്ടോ. ഉടനെ മുരിങ്ങ എന്റെ ശ്രദ്ധയപ്പെട്ടു. ഇന്ന് മുരിങ്ങയില ആയിക്കോട്ടെ കറി എന്ന് അങ്ങ് വിചാരിച്ചു. പുഴു തിന്നതിന്റെ മിച്ചമുള്ള മണിപ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. മുഴുവനും പുഴുവാണ്. പുഴു ഒരു ജീവിയല്ലേ, അത് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ അല്ലേ. ഈ പൂ എത്ര ഭംഗിയാ അല്ലേ. ഇതും പുഴു തിന്നതിന്റെ മിച്ചമാണ് കേട്ടോ. പിന്നെ ഈ ഒറ്റയാനെ കണ്ടല്ലോ, ഇതിന്റെ ബാക്കി മുഴുവൻ പുഴു സേവിച്ചതാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചു നിന്നതുകൊണ്ട് ഒരു പൂ എനിക്ക് മിച്ചം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ചെടികളുടെ വിശേഷങ്ങൾ. കുഞ്ഞുങ്ങളെ നോക്കണ പോലെ തന്നെയാണ് ഞാൻ അവരെ നോക്കുന്നതേ. നല്ല സുന്ദരിയല്ലേ ഈ പൂവ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ വേരിങ്ങനെ തൂങ്ങി കിടക്കുന്ന ഇത് കണ്ടല്ലോ, ഈ ബാസ്ക്കറ്റ് വാണ്ടയാണേ. ഭൂമിയോളം താന്ന് വേരൊക്കെ വന്ന് നിൽപ്പുണ്ട്. പക്ഷെ ഒറ്റ പൂ പോലും ഇല്ല കേട്ടോ. നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ് ബാസ്ക്കറ്റ് വാണ്ട. ഈ തെങ്ങാണ് എന്നെ സഹായിക്കാറുള്ളത് കേട്ടോ. തേങ്ങയ്ക്ക് വില കൂടിയപ്പോഴൊക്കെ ഇടയ്ക്ക് ഒന്നും രണ്ടും തേങ്ങയൊക്കെ തന്നതിനെ സഹായിക്കുന്ന തെങ്ങാണേ. അങ്ങനെ മുരിങ്ങയില പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില തോരൻ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിന് ഇച്ചിരി ക്ഷമ വേണം കേട്ടോ. മുരിങ്ങയില ഊരിയെടുക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ആ സമയത്ത് TV ആണ് വർത്താനം പറയുന്നത്. TV ഇടയ്ക്കിടയ്ക്കൊക്കെ വർത്താനം പറഞ്ഞ് സഹായിക്കുന്നുണ്ട്. പിന്നെ മുട്ട ഒരെണ്ണം പൊട്ടിച്ചിട്ടു ചിക്കി പൊരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്കാണ് മുരിങ്ങയില ഇടുന്നത്. തേങ്ങയും ഒതുക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തത് ഇതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വിഷാംശം ഇല്ലാത്ത നല്ല പച്ചക്കറി നമുക്ക് കഴിക്കാം. ഇലക്കറി വിറ്റാമിൻ റിച്ച് ആണ്. എല്ലാവരും പരീക്ഷിച്ചോട്ടോ. എനിക്കിവിടെ മുരിങ്ങയിലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനതൊക്കെ വെക്കാറുണ്ട്. പിന്നെ പഴം നോക്കി നിന്ന് എടുക്കാത്തതുകൊണ്ട് പൊട്ടിപ്പോയി കേട്ടോ. അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഓട്സാണ് കേട്ടോ കഴിക്കണത്. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.